ഹലോ ഗായ്സ്, സൺസിൽവൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി ആണെന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടമല്ലേ പുതിയ വന്ന മാപ്പ് ട്രോപ്പിക്സിലെ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ആ വെള്ളച്ചാട്ടം വണ്ടി വെച്ചല്ല കയറും, നമ്മൾ നടന്ന് കയറാൻ പോവാം കേട്ടോ. ആ കുന്ന് നമ്മൾ നടന്ന് കയറാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം ഇനി മുതലുള്ള വീഡിയോസിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് വലിഞ്ഞ് കയറാൻ പോവുകയാണ്, വണ്ടി കൊണ്ടല്ല. പിന്നെ നമ്മൾ ഗിവ് അവേക്ക് വെച്ച പജീർ എടുത്താണ് കയറാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഗിവ് അവേക്ക് വെച്ച പജീർ എടുത്താണ് കയറാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഉള്ള റൂൾസൊക്കെ കറക്റ്റായി ഫോളോ ചെയ്യുക. അയ്യോ, ഇപ്പം പോയി ഇടിച്ചാന്ന്, എന്നാൽ ഗിവ് അവേ ഉണ്ടായിരുന്നില്ല. എന്നെന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. ഉള്ള കാടും മലയൊക്കെ പാടെ കയറി വണ്ടി ആകെ ചാലിയാക്കി വെക്കും. നമുക്കെന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് കുന്ന് കയറാൻ തുടങ്ങാം. ഈ കുന്ന് വലിഞ്ഞ് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാ, എന്നാലും നമുക്കെന്തായാലും ഈ കുന്നൊന്ന് കയറാം. കാണുമ്പോൾ തന്നെ എത്രയേ ഉള്ളു, ഞാൻ ഈ കുന്നിൻ്റെ എത്രയേ ഉള്ളു. ഇവന്ത് സ്ലോ മോഷനിൽ നടന്ന് വരുന്നേ, ഒന്നങ്ങ് വലിഞ്ഞ് കയറടാ. ആ ഇപ്പം പോയേനെ. ഇങ്ങനെ പോയിക്കാണെങ്കിൽ കൈ ഒരു ഭാഗത്ത് കാലൊരു ഭാഗത്ത്, പിന്നെ ഒക്കെ പെറുക്കിയെടുക്കാനേ ഉണ്ടാകത്തുള്ളൂ. ഇതൊരു ഗ്രാഫിക്സ് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഗ്രാഫിക്സിൽ നമുക്ക് ഇതൊന്ന് കൂട്ടി വെക്കാം കേട്ടോ, ഒന്ന് ശരിയാക്കട്ടെ. ഇതല്ല അത് മതി. നമുക്ക് എന്തായാലും ഇനി വലിഞ്ഞ് കയറാം. ഇവിടുന്ന് എങ്ങാനും നിലത്ത് വീണാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാല് വേറെ കൈ വേറെ ഒക്കെ പെറുക്കിയെടുക്കേണ്ടി വരും. നമുക്ക് ചെറിയൊരാഗ്രഹം, ഈ വള്ളം എവിടുന്ന് വരുന്നതെന്ന് അറിയാൻ. അപ്പം നമുക്ക് ജസ്റ്റ് പോയേക്കാം. പിന്നെ നമ്മുടെ ആ പാകിസ്ഥാനിൽ നിന്ന് വന്ന് മറിഞ്ഞ പ്ലെയിൻ ഇതുവരെ എടുത്തുകൊണ്ട് വരില്ല കേട്ടോ. ചെറിയ പ്ലെയിൻ എടുത്തുകൊണ്ട് വരില്ല, അവന്മാർക്ക് പേടിയാന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് പ്ലെയിൻ എടുത്തുകൊണ്ട് പോകാൻ. ഇതെന്താ അപ്പോൾ പാറയുടെ ഉള്ളിൽ നിന്നാണോ വെള്ളം വരുന്നത്? എടാ അവിടെ എന്തോന്ന് ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അതൊന്ന് പോയേക്കാം കേട്ടോ ആദ്യം. ഇതെന്താ പാറേൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നേ? ഓ, ഇനി വല്ല പൈപ്പും കൂടി സെറ്റാക്കി വെച്ചേക്കാണോ വെള്ളച്ചാട്ടത്തിന്? റിട്ടേൺ അടിച്ചു വരാത്രേ. എടാ നമ്മൾ നിധി കണ്ടെത്തി. ഓ, ഇവിടെ ഒരു നിധി ഉണ്ടല്ലോ. ഇത് തുറക്കാൻ പറ്റുക? തുറക്കാനൊന്നും പറ്റത്തില്ല കേട്ടാ. നമ്മളെന്തായാലും നിധി കണ്ടെത്തിയിട്ടുണ്ട്. അയ്യോ, എന്തായാലും ഇനി നമ്മൾ വള്ളത്തിനടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, വള്ളത്തിനടിയിലൊക്കെ ഇതാ ഓക്സിജൻ. ഇതൊക്കെ എന്താ ഓരോ കല്ലിൻ്റെ ഇടയിലൊക്കെ പോയി പെടുന്നത്. നമ്മൾ മേലെ നോക്കുമ്പോൾ നമ്മൾ വള്ളത്തിനടിയിലാണ്, താഴെ നോക്കുമ്പോഴാണ് നമ്മൾ സാധാ ഒരു പാറ നിൽക്കുന്ന പോലെ ഉണ്ട്. എടാ നമുക്ക് ആ ഒരു നിധി ഒന്നുകൂടെ കാണണം. നമുക്ക് എങ്ങനെയാലും ഇതൊന്ന് വലിഞ്ഞ് കയറാൻ പറ്റുമോ നോക്കാം. ഇതൊന്നുകൂടെ നമുക്ക് വലിഞ്ഞ് കയറണം കേട്ടോ. നമുക്കൊന്ന് ചാടി നോക്കാം. ജസ്റ്റ് ചാടിയിട്ടും കയറാൻ പറ്റുന്നില്ലടേ. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? വല്ല ആവശ്യമുണ്ടായിരുന്നു? അവിടുന്ന് വഴിക്ക് പോകണം കേട്ടോ നമ്മൾ. ഇവിടുന്ന് ഒന്ന് കയറാൻ പറ്റുന്നില്ലല്ലോ. അതാ പിന്നെ ചാടിയേക്കുന്നത്. വള്ളമായതുകൊണ്ട് കുഴപ്പമില്ല. വള്ളമെന്ന് പറയുന്നത്, പക്ഷെ വള്ളമായിട്ടൊന്നും കാണാനില്ല. നമ്മളൊരു പാറമേ നടക്കുന്ന പോലെ ഉണ്ട്. നമുക്കെന്തായാലും ഇതൊന്നുകൂടെ വലിഞ്ഞ് കയറാം. നല്ല കാടിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളുകൂടി. എടാ തലയൊക്കെ ഇത് പാറയുടെ ഉള്ളിൽ കയറിപ്പോണ്. നമുക്കെന്തായാലും ഇതൊന്ന് വലിഞ്ഞ് കയറി നോക്കാം. ആ നിധീനെ എന്തെങ്കിലും കിട്ടാണ്ടോ? നമ്മൾ എന്തായാലും CPM നിധി കണ്ടെത്തി. പുതിയ ട്രോപ്പിക്സിൽ പുതിയൊരു നിധി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്ക്. ഇനി വള്ളത്തിലെടുത്ത് ചാടാനൊന്നും എനിക്ക് വയ്യ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫയറിൽ വല്ല എയർ ഡ്രോപ്പ് വന്ന് നടക്കുന്ന പോലെയാണ്. ഈ പാറയൊക്കെ പാടെ വലിഞ്ഞു കയറി. ഇതെന്തിപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഇങ്ങനെ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത്. പാറയുടെ ഉള്ളിൽ വെള്ളം സ്റ്റോറി തൊക്കാന്നേ കേട്ടിട്ടുള്ളൂ. ഇത് പാറയുടെ ഉള്ളിൽ നിന്ന് ഇതാ വെള്ളം ഒലിച്ച് വരുന്നത്. എന്തൊക്കെയോ കൊടുന്ന് വെച്ചേക്കുന്നത്. എന്തായാലും ഈ വെള്ളച്ചാട്ടം എന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഡ്രോൺ എടുത്ത് നോക്കിയാലോ. നമുക്ക് ഡ്രോണൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഡ്രോൺ എടുത്തിട്ട് വ്യൂ എങ്ങനെ ഉണ്ട് നോക്കാം. ആഹാ, കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം, അത്രക്കും കിടിലാണേ. നമുക്ക് ഡ്രോണിൻ്റെ 4 പേർ. നമ്മുടെ വണ്ടി ഇവിടെ നോക്കാം കേട്ടോ. നമ്മുടെ വണ്ടി ചെറുതായിട്ട് കാണുന്നുണ്ട് അങ്ങ് ദൂരെ, റെഡ് കളറിൽ കാണുന്നുണ്ട്. അത് നമ്മളെ വണ്ടി കിടക്കുന്നത്.
എടാ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ തെങ്ങുകൾക്കൊന്നും തേങ്ങയില്ലടാ. ഇവിടുത്തെ തെങ്ങുകളിലൊന്നും തേങ്ങയില്ല. ഡ്യൂപ്ലിക്കേറ്റാന്ന് തോന്നുന്നത്. ആരോ കയറ്റി ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട ചോരുണ്ട്. ഡ്രോൺ പാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ നിധി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ കുന്ന് വലിഞ്ഞ് കയറി നോക്കുമ്പോൾ ഒരു നിധി കിട്ടി. പക്ഷെ ഇത് തുറക്കാനും കാര്യങ്ങൾ പറയണില്ല, പറ്റണില്ല. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം വല്ല കമ്പിപ്പാര കൊണ്ട് എങ്ങാനും വരാം. അതാകുമ്പോൾ ഒന്ന് കുത്തി പൊളിച്ച് നോക്കാം എന്താണെന്ന്. അവിടെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് വഴുക്കി പോവാ, ഉരുസി പോവാ. വെള്ളത്തിൽ ചാടിയ വലിയ സീനില്ല. വേറെ വല്ലയിടത്തും പോയി കഴിഞ്ഞാൽ പെറുക്കി എടുക്കേണ്ടി വരും നമ്മളെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ആക്കുക കേട്ടോ. നമ്മളെ പരമാവധി എല്ലാവരും സപ്പോർട്ട് ആക്കുക. അപ്പോൾ എന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.